പ്രിയ ഗായകൻ സന്നിധാനന്ദൻ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി കുടുംബത്തോടും ഒപ്പമായിരുന്നു അദ്ദേഹം അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ദർശനശേഷം ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. സ്വാമി ശരണം. എങ്ങനെയാണ് ഇത്തവണത്തെ ഈ മലകയറ്റം? കുഞ്ഞുങ്ങളോടും അമ്മയോടും ഒപ്പമായിരുന്നു, ഈ അനുഭവത്തെ പറ്റി? അത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ വർഷവും ഏകദേശം ഒരു 3 കൊല്ലമായി. കുട്ടികൾ മണികണ്ഠന്മാരാണ്, രണ്ടുപേരും മണികണ്ഠന്മാരാണ്. അമ്മേനെ ഇടയ്ക്ക് 1-2 തവണ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഈ വൃശ്ചിക മാസം, അതായത് മണ്ഡലകാലത്ത് അമ്മയോടും മക്കളോടും പിന്നെ നാട്ടിലെ ഒരു 30 സ്വാമിമാരോടൊപ്പം ദർശനം നടത്താൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട്. അത് ജനം ടി വിയോട് പങ്കുവയ്ക്കുകയാണ്. കാരണം എത്ര തവണ ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞാലും മതിയാവില്ല. ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു 3-4 വട്ടം തൊഴുതാലും മതിയാവില്ല. ഭഗവാന്റെ അനുഗ്രഹം അത്രയുണ്ട്. നമ്മുടെ ജീവിതം തന്നെ നിലനിർത്തുന്നത് അയ്യപ്പൻ്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി അങ്ങ് പല വേദികളിലൂടെ ഞങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ അനുഭവങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിലെ അയ്യപ്പസ്വാമിയെ മഹാത്മ്യത്തെ പറ്റി? കാരണം സ്വാമി ശരണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. ആ പ്രതിസന്ധിയും പ്രശ്നം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഭഗവാനോട് പറയാൻ. കാരണം അത് ഭഗവാൻ അതെങ്ങനെയെങ്കിലുമൊക്കെ നിവർത്തിച്ച് തരും എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതി, അത് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് തിരക്കാണ്, മണ്ഡലമാസം വരാൻ പറ്റില്ല, ഓഫ് സീസണിൽ. പക്ഷേ ഈ മണ്ഡലകാലത്ത് മണ്ഡലം 41 മണ്ഡലവിളക്ക്, മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഈ മണ്ണിൽ വരാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് ഒരു അനുഭവമാണ്. അത് ഇവിടെ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം ചുണ്ടും ചെറിയും തിരിയാത്ത പ്രായത്തിൽ, കാരണം ഞാൻ ജനിച്ചപ്പോൾ ചുണ്ടിന് പ്രശ്നമുണ്ടായിരുന്നു. അച്ഛൻ ചോറ് കൊടുക്കാൻ വന്നു 1980 കാലഘട്ടത്തിൽ. ഇവിടുന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു പേര് കിട്ടിയത്. അപ്പോൾ അത് ഭഗവാനോട് അതിനോടുള്ള നന്ദിയല്ല, ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. നന്ദിയൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. പക്ഷേ ആ ഒരു കടപ്പാട് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ഒരു വിളക്കായി തെളിയുന്നത് അയ്യപ്പനാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും എന്ന് ഓർക്കുമ്പോൾ ആ വിഗ്രഹം ഓർമ്മ വരും, അല്ലെങ്കിൽ ഈ ശബരിമലയുടെ ഈ ഒരു അന്തരീക്ഷം ഓർമ്മ വരും. അപ്പോൾ ഇവിടെ മുന്നോട്ട് വീണ്ടും പോകും. കാരണം എനിക്ക് ശബ്ദമില്ലാതെ ഒരു കാലത്ത് ഞാൻ എന്താ പറയുക, കുട്ടിക്കാലത്ത് പലരുടെയും കളിയാക്കലും അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വളരുന്ന ഓരോ വർഷവും മലയ്ക്ക് വരുമ്പോൾ എൻ്റെ ഗുരുസ്വാമിയോട് കൂടിയാണ് വരാറ് ധനുമാസം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശബ്ദത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ പാട്ടിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകളിലൊക്കെ നമ്മൾ പാടുന്നുണ്ട്. അതൊക്കെ ഈ ഭഗവാന്റെ അനുഗ്രഹമാണ്, അല്ലാതെ ഒന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ സമർപ്പിതമായ ഒരു ജീവിതമാണ് അങ്ങയുടെ? 100% അങ്ങനെയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഒരിക്കലും സ്വപ്നേബി കാണാൻ പറ്റാത്ത പലയിടങ്ങളിലും അയ്യപ്പസ്വാമി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഭഗവാനോടുള്ള നന്ദിയാണ്. അങ്ങ് വീരമണിയുടെയൊക്കെ ആ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ 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 സന്തോഷമാണ്. കേൾക്കാൻ വളരെ ആനന്ദത്തോടെയാണ് അത് കേൾക്കുന്നത്. പല വേദികളിലും അങ്ങ് പാടി. ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി. കാരണം വീരമണി ഗുരുനാഥന്റെ പാട്ടുകൾ പാടിയാണ് കുട്ടിക്കാലത്ത് തുടങ്ങുന്നത്. ഇരുമുടി താങ്കി ഒരു മനതാകി ഗുരുവിനെ ദേവന്തോ, ഇരുവിനെ തീർക്കും യമനയും വെല്ലും തിരുവടിയെ കാണ വന്തോ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ, இதயம் என்றும் உனக்காக ஐயப்பா, பதமலரே துணையனுக்கு ஐயப்பா, இதயம் என்றும் உனக்காக ஐயப்பா, பதமலரே துணையனுக்கு ஐயப்பா, சாமியே சரணம் ஐயப்பா, ശരണം ശരണം അയ്യപ്പ. വളരെ വലിയ സന്തോഷം. അച്ഛനോടൊപ്പമുള്ള മലകയറ്റമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അയ്യപ്പ ദർശനമൊക്കെ അച്ഛനോടൊപ്പം എത്തിയപ്പോൾ സൂപ്പറായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നല്ലേ? വലിയ സന്തോഷത്തിലായിരിക്കും അച്ഛനോടൊപ്പം വരാൻ കഴിഞ്ഞത്. ഇനിയും വരണം എന്നാണ്. നല്ല രസമുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ. നല്ല എൻജോയ്മെന്റ് ആയിരുന്നു മല കയറിയപ്പോൾ. ഇതിന് മുൻപ് വന്നിട്ടുണ്ട്? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വരുന്നതാണ്. ഇയാളിന് ഞാൻ ഇവിടെ തന്നെ ചോറ് കൊടുത്തു. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം അടുത്ത തലമുറയ്ക്കും ഭഗവാൻ നൽകട്ടെ എന്നുള്ളൊരു വിശ്വാസം.
അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങളൊക്കെ പറയുമായിരുന്നു. ഇവിടെ ചോറ് കൊടുത്തതിന് ശേഷമുള്ള നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാം, പല വേദികളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ആ അനുഭവ സാക്ഷ്യങ്ങൾ, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെയുള്ള മകന്റെ ജീവിതത്തെ പറ്റി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അതെ, അവന് പ്രസവം കുറച്ച് വൈകിയപ്പോൾ അച്ഛൻ നിശ്ചയിച്ചു, അയ്യപ്പ ഇത് എന്തൊരു കുട്ടിയാണെങ്കിലും ഞാൻ ഇവിടെ കൊടുന്ന് ഉപ്പും ചോറും കൊടുത്തോളാം എന്നുള്ളൊരു നിശ്ചയം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഡോക്ടർ പറഞ്ഞേക്കാം 1/2 മണിക്കൂർ മുമ്പ് പ്രസവം കഴിഞ്ഞു. അന്ന് നിശ്ചയിച്ചു ഇവിടേക്കില്ല. അപ്പോൾ 5-ാം പിറന്നാളിന് കഴിഞ്ഞോട് കൂടിയിട്ട് അവനെ അച്ഛൻ മാത്രമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നു ചോറ് കൊടുത്തു. അപ്പോൾ എന്താ പേര് വിളിക്കേണ്ടത് വെച്ചപ്പോൾ ഒന്നും അറിയില്ല നമ്പരാനെ, ഇവിടുന്ന് എന്താ വെച്ചാൽ നിശ്ചയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ മേശാന്തി അദ്ദേഹം ശ്രീ ശങ്കര സന്നിധാനന്ദൻ എന്നുള്ള പേര് അയ്യപ്പൻ അവിടെ നിർമ്മിച്ചു കൊടുത്തു. പക്ഷെ അത് കേട്ടോടുകൂടി എനിക്ക് എന്ത് സന്തോഷം എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ഏത് പുണ്യം ചെയ്ത ലോകത്തിലായിരുന്നു. ഭഗവാൻക്ക് ഇങ്ങനെ ഒരു മകനെ തന്നൂലോ. പക്ഷെ പ്രസവിച്ച വീണ സമയത്ത് മകനാണോ സംശയിച്ചു ഞാൻ. അത്രയായിരുന്നു അവനെ ഇത്രയും നല്ലൊരു വിധത്തിലാക്കി തീർത്തിട്ടുണ്ട് അയ്യപ്പൻ തന്നെയാണ്, അല്ലാതെ വേറെ കാര്യമില്ല. അവൻ ഓപ്പറേഷന് പോയ സമയത്ത് ഇവിടെ മാത്രം ഒരു തുന്നലെന്ന് വിചാരിച്ചിട്ട് പോയതാണ് മംഗലാപുരത്തേക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തൊണ്ടയിലാണ് മുമ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ പോരണോ, അമ്മയൊന്നും പോരണ്ട, ഞാൻ പോയിക്കോളാമെന്നും പറഞ്ഞവൻ പോയി. അവിടെ ചെന്ന് തൊണ്ടയിൽ കിടന്നപ്പോൾ അവൻ വിചാരിച്ചു, അയ്യപ്പ ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടൊന്നും വേണ്ടാന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ആരാ എനിക്ക്. അപ്പോഴാണ് അവൻ അയ്യപ്പൻ്റെ ഒരു വെളിപാട്, ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്ന്, ഞാൻ എൻ്റെ അടുത്ത് അവിടെ ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്താ ഉണ്ടായി, നീ തൊണ്ടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലേ എന്ന്. അമ്മയെ ഞാൻ വിചാരിച്ചു. അപ്പം എനിക്ക് അയ്യപ്പൻ തോന്നിച്ചത് ഇങ്ങനെയാണ്, ഞാൻ കൊണ്ടുവന്നല്ലേ, ഞാൻ തന്നെ സർവ്വം നിർവഹിച്ചേക്കാം. അത്രയും അനുഭവങ്ങൾ അയ്യപ്പനോട് അവനുണ്ട്. ഇന്ന് അവൻ്റെ നേട്ടം, അവൻ്റെ ജീവിതം, ഞങ്ങൾ അച്ഛൻ മരിക്കുന്നവരെ അച്ഛന് നന്നായി. ഇനിയിപ്പം ഞാനും അത് മരിക്കുന്നവരെ എനിക്കത് അനുഭവപ്പെടുന്നുള്ള. അങ്ങയുടെ ജീവിതത്തിൽ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായതിനെ പറ്റി പറയുമ്പോൾ അമ്മ ഏറെ വൈകാരികമായാണ് അത് പറയുന്നത്. അതെ, കാരണം 6-ാം മാസത്തിൽ ചോറ് കൊടുക്കുക, അവിടെയൊക്കെ 5-ാം പിറന്നാൾ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചോറ് കൊടുക്കാൻ വരുന്ന സമയത്ത് അന്ന് നമ്മളെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് അച്ഛൻ അത് ചെയ്തതിൻ്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അച്ഛനും എൻ്റെ അയ്യപ്പസ്വാമിയാണ് സ്വാമിച്ചേട്ടൻ. ഒരു ഗാനത്തോടു കൂടി നമുക്ക് എന്തായാലും അത് അങ്ങയുടെ സ്വരത്തിൽ അയ്യപ്പ ഭക്തിഗാനം കേൾക്കാന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമാണ്. അതുകൊണ്ട് ഒരു ഗാനം കൂടി കേട്ട് അവസാനിപ്പിക്കും. പാപം മറിച്ചിട്ടാൽ പമ്പ, പാപനാശിനി പമ്പ, പൂർണ്ണ പുണ്യദായിനി പമ്പ. പാപം മറിച്ചിട്ടാൽ പമ്പ, പാപനാശിനി പമ്പ, പൂർണ്ണ പുണ്യദായിനി പമ്പ. പമ്പേ അമ്പേ പാലാഴി പോലും നിനക്കു പിൻപേ. പാപം മറിച്ചിട്ടാൽ പമ്പ, പാപനാശിനി പമ്പ, പൂർണ്ണ പുണ്യദായിനി പമ്പ. വളരെ സന്തോഷം, വളരെ നന്ദി. അയ്യപ്പസ്വാമിയിൽ സമർപ്പിതമായ ആ ജീവിതം, അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ എല്ലാം വളരെ വൈകാരികമായി പങ്കുവെക്കുകയാണ് ഗായകൻ സന്നിധാനന്ദൻ. ക്യാമറമാൻ അനൂജ് അനാവറിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.